നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഗുജറാത്തിലെ സൂറത്തിൽ വിജയമുറപ്പിച്ചിരിക്കുകയാണ് BJP. അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് BJP സ്ഥാനാർത്ഥി അവിടെ ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുന്നത്. മുകേഷ് ദലാലിനെയാണ് ഏകപക്ഷീയമായ വിജയത്തിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം ഭരണാധികാരിയെ തള്ളി. ഇതിന് പിന്നാലെയാണ് 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പത്രിക പിൻവലിച്ചത്. ഇതുകൂടിയായപ്പോൾ മണ്ഡലത്തിലെ ഏക സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ദലാൽ മാറുകയും അദ്ദേഹം MP ആയിത്തീരുകയും ചെയ്യും. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ സുപ്രധാന സംഭവ വികാസമായിട്ടാണ് ഈ സൂറത്തിലെ ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തെ വിലയിരുത്തേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടമായിട്ടുള്ള മെയ് 7-ന് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട മണ്ഡലമായിരുന്നു സൂറത്ത് എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ വജ്രനഗരം കൂടിയായിട്ടുള്ള സൂറത്തിലെ വിജയം BJP പ്രവർത്തകർ ഇതിനോടകം തന്നെ വലിയ ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മുകേഷ് ദലാലിനെ വിജയിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട ചടങ്ങ് മാത്രമാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പത്രികയിൽ നിലേഷിനെ നിർദ്ദേശിച്ച 3 പേരും അവർ പറഞ്ഞിരിക്കുന്നത് ഒപ്പ് തങ്ങളുടേതല്ല എന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക അവിടെ തള്ളിയത്. കോൺഗ്രസിൻ്റെ പകരക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി സുരേഷ് പത്സാലയെ നിർദ്ദേശിച്ചയാളും അതേസമയം തന്നെ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിഭാഷകൻ ബാബു മങ്കുയ്ക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതും. ഒപ്പം തന്നെ ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും 1951 മുതലുള്ള ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരമുണ്ടായിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിൽ ഒരിക്കൽ മാത്രമാണ് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എതിരില്ലാത്ത വിജയമുണ്ടായത്. 1957 മഞ്ചേശ്വരത്തായിരുന്നു അത്. ഉമേഷ് റാവു ആയിരുന്നു അന്ന് വിജയി. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിലും ഇപ്പോൾ 5 സീറ്റിൽ BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു ഉൾപ്പെടെയുള്ളവരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളെന്ന് പറയപ്പെടുന്നത്. ഇത് 4ാം തവണയാണ് പ്രേമ ഖണ്ഡു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം 3 തവണയും എതിരില്ലാതെ വിജയിച്ചു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. തവാങ് ജില്ലയിലെ മുക്തോ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മറ്റു സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം ഒക്കെ പിൻവലിച്ച സാഹചര്യത്തിലാണ് താരിയിൽ നിന്നുള്ള ജിക്കെ ടാക്കോ, താലിഹയിൽ നിന്നുള്ള ന്യാറ്റോ ഡുങ്കോ, സഗരിയിൽ നിന്നുള്ള റാത്തു ടച്ചി, റോയിങ്കിൽ നിന്നുള്ള മുച്ചുമുത്തി എന്നിവരൊക്കെ എതിരില്ലാതെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള വിധികൾ വരുന്നു. വിജയിയായിട്ട് ആദ്യമേ എത്തപ്പെടുന്നത് BJPക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള സീറ്റാണ്. ആ സീറ്റ് ലഭിച്ചിരിക്കുന്നത് സൂറത്തിൽ നിന്നാണ്. സൂറത്തിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടുകൂടി മുകേഷ് ദലാൽ അവിടെ ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ സീറ്റ് BJP തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ സൂചനയാണ്. കാരണം സൂറത്തിലെ വിജയമെന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാകാൻ പോകുന്ന വലിയ വിജയത്തിൻ്റെ പ്രാരംഭമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ആദ്യ ഫല സൂചനകളാണിത് എന്ന് പറയാം. BJPയുടെ തേരോട്ടത്തിൻ്റെ 1ാം തുടക്കം എന്ന് പറയപ്പെടുന്നത് സൂറത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ BJPയും ഒക്കെ അടുത്ത മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ഇപ്പോഴേ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ സൂറത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇനി 300, 350, 400 എന്ന് പറയപ്പെടുന്ന സീറ്റുകളിലേക്ക് ഓടിയെത്തുവാനുള്ള ദൂരം മാത്രമാണുള്ളത്. ജൂൺ 5 ജൂൺ 4-ന് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഈ 400 സീറ്റുകളിലേക്കുള്ള യാത്രയിൽ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം.